ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഹിമാചലിൽ 10 ജില്ലകളിലും മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒറ്റപ്പെട്ടു പോയ സ്കൂളിലെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകും. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പട്ടികയിൽ ഒന്നാമനായ നിഥൻ അഗർവാളിനെ മറികടന്നാണ് നിയമനം. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. സംസ്ഥാനത്തെ 41ാമത്തെ DGPയാണ് റവാഡ. ഇന്ന് വൈകിട്ടാണ് നിലവിലെ DGP S ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുക. റവാഡ ചന്ദ്രശേഖർ നാളെയും മറ്റന്നാളോ ചുമതലയിൽ. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ചികിത്സ. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അധികൃതർ. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനിടയിൽ കയറിയ വാഹനവും വാഹനത്തിലുണ്ടായിരുന്ന 5 പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് സഞ്ചരിച്ച വാഹന വ്യൂഹത്തിനിടയിലേക്ക് സംഘം കടക്കുകയായിരുന്നു. എലത്തൂരിൽ വെച്ചാണ് സംഭവം. 3 തവണ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതനുസരിക്കാതെ വന്നതോടെ വെസ്റ്റിൽ ചുങ്കത്ത് വെച്ച് വാഹനവും അതിലുണ്ടായിരുന്ന 5 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന കണ്ടെത്തലിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇറാനെതിരെ ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ. അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണ ശ്രമം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി. NTV UAE to the world.